ബോയിങ് 787 ഡ്രീം ലൈനർ ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു? പറന്നുയർന്ന് 30 സെക്കൻഡിനുള്ളിൽ എങ്ങനെ തകർന്നു വീണു എന്ന വലിയ ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. DGCAയുടെ അടക്കമുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ ബാബു നമുക്കൊപ്പമുണ്ട്. കിരൺ, ഇപ്പോൾ ഈ ദുരന്ത ഭൂമി, ആ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ അദ്ദേഹത്തിന് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ബ്രീഫ് ചെയ്ത് നൽകുകയാണ്. വിമാനം തകർന്നു വീണ സ്ഥലത്ത് പ്രധാനമന്ത്രി എത്തി ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഒപ്പം ഈ വിമാന അപകടത്തിന്റെ വ്യാപ്തി അദ്ദേഹം നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം സിവിലിയൻ ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ പരുക്കേറ്റ ആളുകളെ സന്ദർശിച്ചത്. നിരവധി ആളുകൾ, പ്രദേശവാസികൾ ഒക്കെ അവിടെ പരുക്കേറ്റ് ചികിത്സയിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. അവരെയൊക്കെ സന്ദർശിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ദുരന്തം നടന്ന ആ സ്ഥലത്തേക്ക്, ഈ സിവിലിയൻ ഹോസ്പിറ്റലിന് സമീപത്തായിട്ട് തന്നെയാണ് ഈ വലിയ വിമാന ദുരന്തം ഉണ്ടായത്. നമുക്കറിയാം, ഈ BJ ഹോസ്പിറ്റലിലെ ഇത്തരത്തിൽ മെഡിക്കൽ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത്. അവിടെ ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന 5ഓളം വിദ്യാർത്ഥികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വ്യക്തത, കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്, പരിശോധനകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലമൊക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സന്ദർശിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കി ആ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കിരൺ ബാബു നമുക്കൊപ്പമുണ്ട്. കിരൺ, ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്, ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ചതിനു ശേഷം ഇത്തരത്തിൽ ഉന്നതതല യോഗമാണ് നടക്കാൻ പോകുന്നത്. പ്രാഥമികമായ ഒരു റിപ്പോർട്ട് സ്വാഭാവികമായും ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഈ DGCA അടക്കം ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഈ ഘട്ടത്തിൽ സാധിക്കുകയില്ല. ഒരുപക്ഷെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായി നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ട പല അനുമാനങ്ങൾ അത് ഈ കേന്ദ്ര സംഘത്തിനടക്കം കൈമാറും. അതിൻ്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകും എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ആര്യ, അത്തരമൊരു ബ്രീഫിംഗ് ഉണ്ടാകുമോ എന്നത് നമുക്ക് വ്യക്തമല്ല. കാരണം ഈ അപകടത്തിൻ്റെ കൃത്യമായ ഒരു കാരണം ഒന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആ വിഷയത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് അന്വേഷണത്തിന് ശേഷമൊക്കെ ആവും. അല്ലെങ്കിൽ അത്തരമൊരു വ്യക്തമായ സൂചനകൾ ലഭിക്കാതെ കാരണത്തിലേക്കൊന്നും കടക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലം, ആ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം പ്രധാനമന്ത്രി സന്ദർശിക്കുകയാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രി രാം നായിഡുവും അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചൊക്കെ സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഈ പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഏതെല്ലാം സാധ്യതകളാണ് ഇതിൽ ഉള്ളത് എന്ന് സംബന്ധിച്ചൊക്കെ വിദഗ്ധർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചർച്ചകളൊക്കെ സ്വാഭാവികമായും ഉണ്ടാവും. എന്തായാലും ആ സ്ഥലം പ്രധാനമന്ത്രി ഇപ്പോൾ സന്ദർശിച്ച അവിടെ ആ ഒരു വിശാലമായ ക്യാമ്പസിൻ്റെ പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങളും പൂർണ്ണമായും തകരുന്ന അവസ്ഥ വിഷ്വൽ തന്നെ നമുക്ക് കാണാം. വിമാനഭാഗം ആ ഒരു വലിയ കോൺക്രീറ്റ് കെട്ടിടം ഇടിച്ച് അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്ത് എത്തി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. വലിയ കോൺക്രീറ്റ് കെട്ടിടം, അതും വിശാലമായൊരു കോൺക്രീറ്റ് കെട്ടിടമാണ്. വിമാനം ഇടിച്ച് ഒരു ഭാഗത്തു നിന്ന് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ മറുഭാഗത്ത് എത്തിയത് എന്നത് ആലോചിക്കണം. അത്രത്തോളം അതിശക്തമായ ഒരു ക്ലാഷാണ് അവിടെ ഉണ്ടായത്. ആ ഭാഗങ്ങളും ഒക്കെയാണ് തീപിടിച്ച ഭാഗങ്ങൾ. അതൊക്കെയാണ് പ്രധാനമന്ത്രി പ്രധാനമായും സന്ദർശിക്കുന്നത്. നേരത്തെ ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശുപത്രിയിലെ പ്രത്യേക സാഹചര്യം, ആശുപത്രിയിൽ അധിക സമയം സുരക്ഷ, പലരുടെയും പൊള്ളലേറ്റ രോഗികളും ഒക്കെയാണ്. അങ്ങനെയുള്ള രോഗികളുടെ അരികിലേക്ക് പോകാനും ഒന്നും കഴിയില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിൽക്കുന്നത്. അവിടെ വിമാനത്തിൻ്റെ ടയറുകൾ വീണ് കരിഞ്ഞ് കിടക്കുന്ന ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിൽ തീ പിടിച്ച് ആ കെട്ടിടം എങ്ങനെ എത്രത്തോളം തീയുടെ ഒരു വ്യാപ്തിയൊക്കെ ഇപ്പോൾ കണ്ടാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. ആ തരത്തിലേക്ക് ആയിരുന്നു അവിടെ തീ പിടിച്ചത്. വിമാനത്തിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് 1012 മണിക്കൂർ 14 മണിക്കൂർ ആകാശത്ത് പറക്കേണ്ട അത്രത്തോളം ഇന്ധനം ഉണ്ടായിരുന്ന ഒരു വിമാനമാണിത്. ആ ഇന്ധനം മുഴുവൻ കത്തിത്തീരുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ പവർ അത്രത്തോളം വലുതായിരിക്കുമെന്ന് കാണാം. അവിടെ ഉണ്ടായിരുന്ന മറ്റ് വാഹനങ്ങളുമൊക്കെ, വിമാനത്തിൻ്റെ ടയർ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളുമൊക്കെ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് തന്നെ
ഇന്നലെ ഉച്ചയ്ക്ക് അപകടം ഉണ്ടാകുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ എത്തുന്നു. ഇന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തി സ്ഥലം സന്ദർശിക്കുന്നു. അത്രത്തോളം ഇന്ത്യ അതീവ ഗൗരവമായിട്ടാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 242 യാത്രക്കാരുണ്ടായിരുന്നതിൽ 241 പേരും കൊല്ലപ്പെടുന്നു. ഒരാൾ മാത്രം അത്യത്ഭുതം എന്ന് പറയാവുന്ന തരത്തിൽ രക്ഷപ്പെടുന്നു. ബാക്കി എല്ലാവരും കൊല്ലപ്പെടുന്നു. അവിടെ ആ മെസ്സിലുണ്ടായിരുന്ന 10 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ 14ഓളം പ്രദേശവാസികൾ, ഈ സ്ഥലത്ത് പ്രദേശവാസികളും മറ്റാളുകളുമൊക്കെ, പ്രദേശവാസികളാണോ എന്നില്ല, മറ്റാളുകൾ മെഡിക്കൽ വിദ്യാർത്ഥികളല്ലാത്ത ആളുകളുമൊക്കെ ഈ കെട്ടിടത്തിൻ്റെ, ആ കെട്ടിടം കണ്ടാൽ തന്നെ നമുക്കറിയാം ആ കെട്ടിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്ന കെട്ടിടത്തിലെ മറ്റ് ജീവനക്കാരാവാം, അല്ലെങ്കിൽ അവിടെ എത്തിയ മറ്റാരെങ്കിലും സന്ദർശകരാവാം. അങ്ങനെ പല ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. അവരിൽ ആരൊക്കെയാണ് മരിച്ചതെന്നൊക്കെ കണ്ടെത്താൻ ഇനിയും സമയമെടുക്കും. പലരുടെയും ഒരാൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നത് ചിലപ്പോൾ വീട്ടുകാർക്ക് അറിയണം എന്നില്ല. കാണാതായ ശേഷമാവും അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ കിട്ടിയ മൃതദേഹങ്ങൾ പലതും മൃതദേഹ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അതിൽ നിന്നൊക്കെ വേണം ഇനി DNA പരിശോധനയിലൂടെ അങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടോ, ഇത് മരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ പലരുടെയും കാര്യത്തിലുണ്ട്. അങ്ങനെ ആളുടെ കാണാതാവുന്നു. ഇന്നലെ മുതൽ കാണാതാവുന്ന ആളുകൾ അവരെ ഈ അപകടത്തിൽ മരിച്ചതാണോ, ഇനി മറ്റെന്തെങ്കിലും പറ്റിയതാണോ, ഇനി അവർ മറ്റെവിടെയെങ്കിലും പോയതാണോ, അത്തരം കാര്യങ്ങളൊക്കെ അതെല്ലാം ഇനി ശാസ്ത്രീയമായ പരിശോധനയിലൂടെ തെളിയിക്കേണ്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ യോഗം നടത്തുക എന്നുള്ളത്. എന്തായാലും അവിടുത്തെ ഇപ്പോൾ തന്നെ വിദഗ്ധ സംഘങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വിദഗ്ധ സംഘങ്ങളുടെ പരിശോധന ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലം സന്ദർശിച്ചുള്ള പരിശോധനകളും മറ്റു വിവരങ്ങൾ ശേഖരിച്ചുള്ള പരിശോധനയും ഒക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായി ബ്ലാക്ക് ബോക്സിൻ്റെ വിവരങ്ങൾ വെച്ചുള്ള പരിശോധന, അതാണ് ഏറ്റവും പ്രധാനം. അതിന് അത്തരമൊരു പരിശോധനയ്ക്ക് ബ്ലാക്ക് ബോക്സ് ഓപ്പൺ ചെയ്തുള്ള പരിശോധനയിലേക്ക് കടക്കും മുമ്പ് ഇൻ്റർനാഷണൽ ഏജൻസികളുടെയും ആ രംഗത്തെ വിദഗ്ധരുടെയും ഒക്കെ സാന്നിധ്യം സ്വാഭാവികമായും ഉറപ്പാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ലോകത്തെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ആ തരത്തിലേക്കുള്ള ഒരു അന്വേഷണവും അത്ര ശാസ്ത്രീയവും കുറ്റമറ്റതും വിശ്വാസയോഗ്യവുമായ ഒരു അന്വേഷണം, അത്തരം ഒരു അന്വേഷണത്തിനാവും ഇന്ത്യ നേതൃത്വം നൽകുക. അതിലേക്കുള്ള നടപടിക്രമങ്ങളാണ് ഇനി നടക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നടക്കുന്നത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന AAIBയുടെ വിദഗ്ധരാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവരാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരം വിമാനാപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ രംഗത്ത് ഏറ്റവും വൈദഗ്ധ്യം നേടിയ അന്വേഷണ വിഭാഗമാണ് AAIB ആണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം അപകടങ്ങൾ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട വിമാനാപകടങ്ങളുടെ എണ്ണത്തിൽ വരുന്ന ഒന്നാണ് ഇന്നലെ അവിടെയുണ്ടായ അപകടത്തിൻ്റെ വലിയൊരു പ്രത്യേകത, വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷ നേരത്തിനുള്ളിൽ വിമാനം പൂർണ്ണമായി അപകടത്തിൽപ്പെടുന്നു. മറ്റെന്തെങ്കിലും വിമാനത്തിൽ വന്നിടിക്കുന്ന ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല. വിമാനത്തിൽ വേറെ ഏതെങ്കിലും അപകടത്തിൽ അങ്ങനെ ഒന്നും അല്ല. വിമാനം ഉണ്ടാവുന്നു, ഡബിൾ എഞ്ചിനുള്ള വിമാനത്തിൻ്റെ യന്ത്രത്തകരാറ് എന്ന് പറയുന്നു. ഇനി നിമിഷങ്ങൾക്കുള്ളിൽ അത് കേട്ട ആളൊന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെ ഉള്ള സമയം പോലുമില്ല. 30 സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ആ സമയത്തിനുള്ളിൽ തന്നെ വിമാനം പൂർണ്ണമായും തകർന്ന് വീണ് കത്തി അമരുന്നു. അതിലുള്ള 242 ആളുകളിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരും 2 പൈലറ്റുമാരും 10 ജീവനക്കാരുമാണ് അതിലുണ്ടായിരുന്നത്. അതിൽ 241 പേരും കത്തി അമർന്നു പോകുന്നു. പലരുടെയും ആ തരത്തിലേക്ക് ഉള്ള ഒരു തീഗോളത്തിനുള്ളിൽപ്പെട്ട് അല്ലെങ്കിൽ അത്തരമൊരു ഫർണസിനുള്ളിൽപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെ കത്തി അമർന്നു പോകുന്നു. അത്തരമൊരു അവസ്ഥയിൽ നിന്ന് ഇനി ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഏജൻസികളും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഏജൻസികളുമൊക്കെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം ആളുകളുടെയൊക്കെ സഹായം, അവരുടെയൊക്കെ സഹായത്തോടു കൂടിയും അവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയും ബോയിങ് കമ്പനിയും ഔദ്യോഗികമായി തന്നെ സഹകരണം അറിയിച്ചിട്ടുണ്ട്. ടാറ്റ, ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഇപ്പോഴത്തെ ഓണർ ടാറ്റ, എല്ലാ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം ഇനിയും ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് തുടർ നടപടികളിലൂടെ ഉണ്ടാവേണ്ടതാണ്. ഇനി അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. വിമാനാപകടത്തിന് അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായത്തിനുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് വരേണ്ട കാര്യങ്ങളാണ്. എന്തായാലും അടിയന്തരമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൃതദേഹങ്ങൾ DNA ടെസ്റ്റിലൂടെ തിരിച്ചറിഞ്ഞ് ആ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള നടപടി ഒരു ഭാഗത്ത് മാനുഷികമായ ഒരു വശം, മറ്റൊരു ഭാഗത്ത് ശാസ്ത്രീയമായ അന്വേഷണം, കുറ്റമറ്റതും ശാസ്ത്രീയവും വിശ്വാസയോഗ്യവുമായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണത്തിലേക്ക്, അത്തരമൊരു അന്വേഷണത്തിലേക്ക് കൂടിയാവും ഇന്ത്യ ഇനി കടക്കുക. യെസ്, സാർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. സുതാര്യമായ അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. ബ്ലാക്ക് ബോക്സ് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു.
ഇനി അതടക്കം പരിശോധിച്ച ശേഷമാകും എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിച്ചു. അതിനുശേഷം പരിക്കേറ്റവരെ സിവിലിയൻ ഹോസ്പിറ്റലിലും എത്തി സന്ദർശിച്ചു. ഇനി ഉന്നതതല യോഗമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ അടക്കം അത് ഏത് തരത്തിൽ വേണം എന്നതിനെക്കുറിച്ചൊക്കെ ആ യോഗത്തിൽ ചർച്ചയാകും. DNA പരിശോധന, കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ അവിടെ എത്തിച്ചുകൊണ്ടുള്ള DNA പരിശോധനയാണ് ഇന്ന് പ്രധാനമായും ഇനി അഹമ്മദാബാദിൽ നടക്കാൻ ബാക്കിയുള്ളത്. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ച് ഏറെ നോവായി മാറിയത് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മരണമാണ്. രഞ്ജിതയുടെ സഹോദരനും അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ DNA പരിശോധന നടത്തും. അതിനുശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞതിനു ശേഷം നാട്ടിലേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്കിനി വരും ദിവസങ്ങളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സാഹചര്യം. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. 265 എന്ന ഔദ്യോഗികമായ കണക്ക് നമുക്ക് മുന്നിലുണ്ട്. 294 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത കണക്കുകളും നമുക്ക് മുന്നിലുണ്ട് എന്നതാണ് സാഹചര്യം. മരണസംഖ്യ ഇനിയും ഉയരും എന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിൽ ഉള്ളത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും.